സ്കാനിയ വീണ്ടും നമ്മളെ ഒരു വെച്ച് മത്സരമാണ് കേട്ടോ. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് മിന്നൽ സർവീസിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം ഈ ഒരു സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ ഈ ഒരു മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്കായിരുന്നു. ബട്ട് ഇത്തവണ നമ്മൾ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. എനിക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്താനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെ മിന്നലുകളിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സർവീസുകളിലൊന്നാണ്. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് സർവീസും കൂടിയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഫാസ്റ്റസ്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. നേരലാക്കി നിങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ടെർമിനലിൻ്റെ പുറത്താണ്. ഇത് ഈ ഒരു ഭാഗമാണ് ബസ്സുകൾ കയറിപ്പോകുന്ന വശം. ഇത് ആ ഒരു വലിയ ബിൽഡിങ്, പിന്നെ ഈ ഒരു മാവൂർ റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് ബസ് എന്ന് പറയുന്നത് രാത്രി 11:35 സമയം 11:10 ബസ്സിന് മെസ്സേജ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ രാത്രി അത്യാവശ്യം ആക്റ്റീവാണോ എന്ന് വെച്ചാൽ ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ആ ഒരു ഹോട്ടലുണ്ടോ, ആ ഒരു ഹോട്ടലിൽ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഞാൻ 1-2 തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റിംഗ് ഫോർ ബസ്. ഞാൻ അകത്തൊന്ന് കയറട്ടെ കേട്ടോ. ഡിപ്പോൻ്റെ ഉൾവശമാണ് കേട്ടോ. ഇവിടെ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു ഗരുഡ കിടപ്പുണ്ട്. തൃശ്ശൂർക്ക് പോകുന്ന വണ്ടിയാണ് ഇത്. എനിക്കൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് തോന്നുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. തൊട്ടപ്പുറത്ത് ഒരു പാലയ്ക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു എറണാകുളം വണ്ടി ഒരു സൂപ്പർ കിടപ്പുണ്ട്. അപ്പുറത്തൊരു സ്വിഫ്റ്റിൻ്റെ ഒരു സൂപ്പർ, നെയ്യാറ്റിങ്കര വണ്ടി, അങ്ങനെ കുറേ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇന്ന് കേട്ടോ. ഒരു ശനിയാഴ്ചയാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. കണ്ണൂരിലേക്ക് പോകുന്ന ഫാസ്റ്റാണ് ഇത് ആ കിടക്കുന്നത്. അതിനകത്ത് കയറാനുള്ള ആളുകളുണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നെ എന്നാ തിരക്കാം. അവിടെ ഒരു ലാസ്റ്റ് ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ചെമ്പനീർ പൂവ് എന്നൊക്കെ പറഞ്ഞൊരു ലിവറിയൊക്കെ കൊടുത്തിട്ട്. ആ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന ലോ ഫ്ലോർ AC വണ്ടിയാണ് കേട്ടോ. KURTCയുടെ ലോ ഫ്ലോർ AC വണ്ടിയാണ്. നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന കുമളി വണ്ടിയാണ് ദേ കിടക്കുന്നത്. കൊന്നക്കാട് നിന്ന് കുമളിക്ക് സർവീസ് നടത്തുന്ന വണ്ടി. സമയം അങ്ങനെ നമ്മൾ കാത്തുനിന്ന് 11:45 നമ്മളെ വണ്ടി വരേണ്ടത് 11:35 കേട്ടോ. വണ്ടി ലേറ്റ് ആണെന്ന് തോന്നുന്നു. ചുരയൊക്കെ ഇറങ്ങി വരണ്ടേ. നമ്മൾ താമരശ്ശേരി ചുര ഇറങ്ങിയിട്ട് വരേണ്ട വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കാണെന്ന് ബ്ലോക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരള ആർട്ടിസ്റ്റിൻ്റെ സ്കാനി ഇവിടെ കിടപ്പുണ്ട്. ഗരുഡ മഹാരാജ. ഇത് എവിടെ നിന്ന് വരുന്നതാണെന്ന് എനിക്കൊരു ഡൗട്ടാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ് എന്തായാലും. ഒന്നുകിൽ കൊല്ലൂരാവാൻ ചാൻസ് കുറവാണ്. കൊല്ലൂർ ലേറ്റ് ആവാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂരായിരിക്കും ചിലപ്പോൾ. ബത്തേരി ഡിപ്പോയുടെ ബത്തേരി ട്രിവാൻഡ്രം മിന്നൽ ഓടിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ഇതുവരെ പുനലൂർക്ക് സർവീസ് നടത്താണ് സൂപ്പർ ഡീലക്സ് ആയിട്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമ്മളെ വണ്ടി ഇതാണെന്ന് വെച്ചിട്ട് ഓടി വന്നതാണ്. നോക്കുമ്പോൾ ഇതല്ല വണ്ടി കേട്ടോ. സമയം 11:55 ഇനി എത്തിയില്ല നമ്മളെ വണ്ടി. നമ്മുടെ KURTC ബസ്സിൻ്റെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ. മൊത്തത്തിൽ ഇവർ പരസ്യം എടുത്തിട്ടാണ്
മറ്റേ ലിവറിയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഒറിജിനൽ കളർ, ജെൻഡ്രം KURTC. നല്ല കിടിലം വണ്ടി. ഇങ്ങനെ കാണാൻ തന്നെ ഇതിൻ്റെ രസം കേട്ടോ. പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരുമാതിരി ബോറാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഒരു സ്കാനിയ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടി തന്നെയാണ്. ബാംഗ്ലൂർ നമ്മൾ സുൽത്താൻ ബത്തേരി വഴി വരുന്ന വണ്ടി തന്നെയാണ്. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചോദിച്ചു, ബോർഡിനകത്തൊന്നും കാണാനില്ല. ഞാനിവിടെ നമ്മളെ പരിചയമുള്ളൊരു കണ്ടക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു എവിടെ നിന്ന് വരികയെന്ന് ചോദിച്ചു. ഈ ഒരു സമയത്ത് എത്താനുള്ള 2 വണ്ടികളാണ്. ഒന്ന് കൊല്ലൂർ ട്രിവാൻഡ്രമാണ്, പിന്നുള്ളത് ഈ ഒരു വണ്ടിയാണ്. ഒരു മിന്നൽ കയറി വരുന്നുണ്ട്. ട്രിവാൻഡ്രം വണ്ടിയാണ്, നമ്മൾ അവിടെ നോക്കാം. ATC 122. യെസ്, അപ്പോൾ ഈ വണ്ടിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. എന്തായാലും പോയി കയറട്ടെ. വണ്ടി ലേറ്റാണ്, സമയം നോക്കിയോ 12:07 കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുകയാണ്. സമയം ഇങ്ങനെ 12:16. നമ്മൾ കോഴിക്കോട് നിൽക്കുകയാണ്. വണ്ടി ലേറ്റാണ് കേട്ടോ. 11:30 തന്നെ വണ്ടിയാണ്. നമ്മളങ്ങനെ കോഴിക്കോട് വിട്ടു. ഈ ഒരു വണ്ടി സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ വണ്ടിയാണ്. ATC 122 KL 15A1956 അശോക് ലീലാൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ടൈം കൊടുത്തേക്കുന്നത് 2 മണിയാണെന്ന് തോന്നുന്നു. 2 മണിയാണ്. ബട്ട് ആ സമയത്ത് എത്തുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ തന്നെ ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ലേ. നമ്മളങ്ങനെ കോഴിക്കോട് വിട്ടിട്ട് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് തിരൂർ വഴിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി റൂട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് നിലവിൽ മറ്റേത് വഴിയാണ്, കോട്ടക്കൽ ആ ഒരു വളാഞ്ചേരി ആ ഒരു വഴിയാണ് പോകേണ്ടത്. ബട്ട് എന്താ പറയുക, അവിടെ റോഡ് പണി നടക്കുന്ന കാരണം അവർ ഈ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. എന്നിട്ട് നേരെ ഡയറക്റ്റ് തൃശ്ശൂർ ചെന്ന് കയറുകയാണ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ടയം വണ്ടിയിലെ കാസർഗോഡ് കോട്ടയം മിന്നലിൻ്റെ ആ ഒരു വണ്ടിയും അവർ ഈ റൂട്ട് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരിയയുടെ വണ്ടിയാണ് കേട്ടോ. AC എയർ ബസ്. കോട്ടയത്തേക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വണ്ടി സർവീസ് നടത്തുന്നത്. കേട്ടോ. നമ്മളിനിയും തൃശ്ശൂർ എത്തിയിട്ടില്ല കേട്ടോ. 2 മണിയാണ് തൃശ്ശൂർ ടൈം ഈ ഒരു വണ്ടിയുടെ. നമ്മളങ്ങനെ തൃശ്ശൂരിനടുത്ത് പെരുമ്പിലാവ് എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ നല്ല ഒച്ചപ്പാടായിരിക്കും വണ്ടീനകത്ത് കേട്ടോ. എന്തൊരു കഷ്ടമാണ്.
കേരളത്തിലെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള എല്ലാ ജില്ലകളിലെയും മിന്നൽ സർവീസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു എന്താ പറയുക സുൽത്താൻ ബത്തേരിയുടെ മിന്നലിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു മിന്നൽ ഡ്രൈവർ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അതായത് ഈ ഒരു സ്ട്രെച്ചിൽ ഓടിക്കുന്ന ഡ്രൈവർ, അതായത് ഈ ഒരു കോഴിക്കോട് നിന്ന് കയറി തൃശ്ശൂർ വരെയായിരിക്കും മിക്കവാറും പുള്ളി ഓടിക്കാം. ഈ പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്നോട്ട് അങ്ങോട്ട് റോഡ് ഭയങ്കര മോശമാണ്. ഇത്രയും നേരം നല്ല പറപ്പിക്കലാണ് പറപ്പിച്ച, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെ മുന്നിലൊരു ഗരുഡ പോകുന്നുണ്ട് കേട്ടോ, KSFിൻ്റെ ഒരു ഗരുഡ പോകുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാൻഡിൽ നിന്ന സമയത്ത് കയറിപ്പോയ വണ്ടിയാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇത് മൈസൂർ സുൽത്താൻ ബത്തേരി കോഴിക്കോട് വഴി തൃശ്ശൂർ പോകുന്ന വണ്ടിയാണ് കേട്ടോ. അത് തൃശ്ശൂർ വരെ സർവീസ് നടത്തുന്ന വണ്ടിയാണ്, ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. നമ്മളങ്ങനെ തൃശ്ശൂർ എത്താറായിട്ടോ. തൃശ്ശൂർ സമയം നോക്കിയാൽ 2:35. നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറ്റി അപ്പം തന്നെ ഇറക്കിയിട്ടോ. 3:38. നമ്മൾ വേഗം വിട്ടുപോയി ഇവിടുന്ന്. സോറി, 2:38 കേട്ടോ. 3:38 എന്ന് പറഞ്ഞതാ, 2:38. നമ്മളങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ ക്രൂ ഒന്ന് മാറി കേട്ടോ. ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും പുള്ളി മൂവാറ്റുപുഴയായിരിക്കും. മൂവാറ്റുപുഴ നമ്മുടെ ടൈം 3:20 മറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ സമയം നോക്കിയാൽ 2:50. ഈ ഒരു പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടുപേരും നല്ല കത്തി ഡ്രൈവേഴ്സാണ് കേട്ടോ. ഞാൻ മിന്നലിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരു രക്ഷയില്ലാത്ത ഡ്രൈവേഴ്സ് കേട്ടോ. ഇവരെങ്ങനെ ലോഡി പിടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അടിപൊളി. മിന്നലിൻ്റെ പേര് കളയാതെ ഇവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. നമ്മളങ്ങനെ പാലിയേക്കര വന്ന് കയറുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറിയേക്കുന്നത് പറഞ്ഞാൽ നാഷണൽ ഹൈവേ 544 കൊച്ചി സേലം ഹൈവേ. നമ്മളെ പ്രശസ്തമായ പാലിയേക്കര ടോൾ കാലിയായി കിടക്കാനുള്ളത് ദൈവമേ. ഞാനിപ്പോൾ 2ാമത്തെ തവണ, അതായത് കഴിഞ്ഞ മിന്നൽ വീഡിയോയിലും നമ്മൾ പാലിയേക്കര കാണിച്ചിട്ടുണ്ടായിരുന്ന കാലിയായി കിടക്കുന്ന പാലിയേക്കര. ഇത്തവണയും നമ്മൾ വന്നപ്പോൾ കാലിയായി കിടക്കുകയാണ് പാലിയേക്കര. ഇനിയിപ്പോൾ അങ്കമാലി വരെ നമുക്ക് ഈ ഒരു 6 വരി പാത കിട്ടും കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പറപ്പിക്കാൻ. ബട്ട് ഈ ലോറിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ. ഇവന്മാരെ കൊണ്ട് രക്ഷയുണ്ടാവില്ല. നോക്കിയോ, സ്കാനിയാണ് കേട്ടോ. സൈഡിൽ കണ്ട സ്റ്റാൻഡിങ് ഉണ്ട്. ആ ഒരു സ്കാനി അതെ വീണ്ടും നമ്മളെ ഒരുമിച്ച് മത്സരമാണ് കേട്ടോ. നമ്മൾ
ചാലക്കുടി കഴിഞ്ഞ കേട്ടോ ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ലോറിക്കാരാണ്. ഇവരൊരു രക്ഷയില്ല ഇവിടെ കേട്ടോ. നമ്മുടെ മുമ്പിലൊരു ഡീലക്സ് പോകുന്നുണ്ട് കേട്ടോ. അത് എവിടത്തേക്കാന്ന് അറിയത്തില്ല. ഒരു സൂപ്പർ ഡീലക്സ്. ബോർഡൊന്നുമില്ലേ? കാലിയാണോ വണ്ടി? വണ്ടി കാലി പോവാണെന്ന് തോന്നുന്നു കേട്ടോ. ബോർഡൊന്നും കാണാനില്ല. അല്ല, യാത്രക്കാരുണ്ട്. തിരുവനന്തപുരം വണ്ടിയാണ് കേട്ടോ അത്. എൻ്റെ ബാക്കിൽ ബോർഡൊന്നും കാണുന്നില്ല. ബട്ട് പോയില്ല. നമ്മളങ്ങനെ എറണാകുളം ജില്ല കയറി കേട്ടോ. തൃശ്ശൂർ ജില്ലയായിരുന്നു ഇപ്പം, നമ്മൾ എറണാകുളം ജില്ല കയറി. ഈ റോഡിലെ ലോറിക്കാരാ എൻ്റെ ഒന്നോ, ഇവരെയാണ് മെയിൻ പ്രശ്നം. ഈ നമ്മളെ വണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് പൊക്കോളുക. ലോറിക്കാർ അവിടെ തന്നെ റൈറ്റ് സൈഡൊക്കെ പിടിച്ച് പോകുന്നുണ്ടോ. അവരൊക്കെ സ്പീഡ് കുറഞ്ഞ വണ്ടിയാണ്. അവരൊക്കെ ലെഫ്റ്റിലൂടെ പോകേണ്ട വണ്ടിയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. ഇവിടെ പഠിച്ചതെല്ലാവരും അങ്ങനെയാണ്. സ്പീഡ് കുറഞ്ഞ വണ്ടി വലത്തുഭാഗം പിടിച്ച് പോവുക. നമ്മളങ്ങനെ അങ്കമാലി എത്തി. അങ്കമാലി റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. ബട്ട് ഇവിടെ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇറങ്ങാനായിട്ട്. അത് കാരണം നമ്മൾ അങ്കമാലി വിട്ടു പോകും. സമയം 3:22 അങ്കമാലി. ഇവിടെ ലെഫ്റ്റാണ് കേട്ടോ KSRTC സ്റ്റാൻഡ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് 544 വിട്ടിട്ട് നേരെ സംസ്ഥാന പാത 1 കയറാണ്. MC റോഡിലേക്ക് കയറാണ്. പുൽപ്പള്ളിക്കാരൻ, അതായത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ കാലടിയൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ ഒരു റൂട്ടിൽ തിരക്ക് കുറച്ച് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രശസ്തമായിട്ടുള്ള മലയാറ്റൂർ പള്ളിയിൽ അവിടുത്തെ ആ ഒരു സമാപനം ഞാൻ ഈ യാത്ര ചെയ്യുന്ന ദിവസത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് ഒരുപാട് യാത്രക്കാർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ഈ റോഡ് തിരക്കായിരിക്കും ഇന്ന് പൊതുവെ. നമ്മളങ്ങനെ അങ്കമാലി വിട്ടു. നേരെ മൂവാറ്റുപുഴ എത്തേണ്ട സമയമായി കേട്ടോ. 3:20. നമ്മളിപ്പോൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കാലടിയാണ്. കാലടിയിൽ നിന്ന് ലെഫ്റ്റാണ് നമ്മളെ ആ ഒരു മലയാറ്റൂർ പള്ളിക്ക് പോകേണ്ട വഴി കേട്ടോ. ഇവിടെ മെയിൻ ടൗണിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. ഇവിടെയൊക്കെ ആളുകൾ നടന്നു പോകുന്ന കേട്ടോ.
നമ്മളങ്ങനെ പെരുമ്പാവൂർ ടൗൺ പാസ് ചെയ്ത് പോവാണ്. ഇനി ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് 18 കിലോമീറ്ററാണ്. 3:36. മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ മൂവാറ്റുപുഴ KSRTC. സമയം 3:55. നമ്മളങ്ങനെ മൂവാറ്റുപുഴയും വിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കോട്ടയമാണ്. കോട്ടയം ടൈം 4:20. ബട്ട് 4:20 എത്തില്ല. നമ്മളിത് ഇപ്പം 4 മണിയായില്ലേ. 4 മണിക്ക് നമ്മൾ മൂവാറ്റുപുഴ വിട്ടിട്ടേ ഉള്ളൂ. ഈ MC റോഡിൽ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് കേട്ടോ. ഈ വളവ്, ഭയങ്കര വളവ്, ബുദ്ധിമുട്ടാണ്. സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അടിച്ചു വിട്ട് പോയത്. ഇവിടെ വണ്ടികളൊക്കെ തിരക്ക് കുറവാണ്. ബട്ട് ഈ ഒരു വളവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോട്ടയത്തിന് പോകുന്നൊരു ഫാസ്റ്റ് നമ്മളെ മുമ്പിലുണ്ട്. സ്പെഷ്യൽ വണ്ടിയാണ്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോട്ടയം. മലയാറ്റൂർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു വണ്ടി. നമ്മളങ്ങനെ കോട്ടയം KSRTC എത്താറായി. ഇവിടെ ലെഫ്റ്റ് KSRTC സ്റ്റാൻഡിലേക്ക് കയറാണ്. ടൈം പോയിക്കോ 4:49. നമ്മളങ്ങനെ കോട്ടയം വിട്ടു. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് കൊട്ടാരക്കര. കൊട്ടാരക്കര ടൈം 5:55 കേട്ടോ. ഇപ്പം തന്നെ സമയം 4:55. 4:20 കോട്ടയം ടൈം.
കൊട്ടാരക്കരക്ക് പോകുന്ന ഒരു ഡീലക്സ് ഉണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി എത്തി. ഇവനിവിടെ സ്റ്റോപ്പുണ്ട് ചങ്ങനാശ്ശേരി. നമ്മൾ പിന്നെ പിന്നിലായോട് വിട്ടുപോകും. നമുക്കിനി രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ. ഇനി കൊട്ടാരക്കരയും അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം. ലാസ്റ്റ് സ്റ്റോപ്പ് തിരുവനന്തപുരം. തിരുവല്ല എത്തി. തിരുവല്ല സമയം 5:18. ചെങ്ങന്നൂർ ടൗണാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ചെങ്ങന്നൂർ. ടൈം നോക്കിക്കോ 5:27. നമ്മളെ മുമ്പിൽ തിരുവനന്തപുരത്തേക്ക് വന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. സമയം 5:53. നമ്മളങ്ങനെ കൊട്ടാരക്കര എത്താറായിട്ടോ. സമയം അങ്ങനെ രാവിലെ 6:02.
നന്നായിട്ട് വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. നമ്മൾ കോട്ടയത്ത് നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അതിപ്പം 5:55 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 6:05. അപ്പോൾ അത്ര 10 മിനിറ്റ് ലേറ്റ് ആക്കിയിട്ട് അത് കുറച്ച് കേട്ടോ. അടിപൊളി, നല്ല പറപ്പിക്കലായിരുന്നു. അപ്പം തന്നെ ടൈമിങ് കൂട്ടിക്കൂടെ. സമയം നിൽക്കും 6:05 കേട്ടോ. 5:55 എത്തേണ്ട വണ്ടിയാണ്. 5:55 കഴിഞ്ഞ് 10 മിനിറ്റ് ലേറ്റ്. കോട്ടയത്ത് നിന്ന് എടുക്കുമ്പോൾ 30 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ 10 മിനിറ്റ് ആക്കി കുറച്ചു. അടിപൊളി. നമ്മളങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് ട്രിവാൻഡ്രമാണ്. തമ്പാനൂർ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റൊരു സ്റ്റോപ്പേ ഉള്ളൂ, വേറെ സ്റ്റോപ്പൊന്നുമില്ല മിന്നലായത് കാരണം. 7:10 തമ്പാനൂർ ടൈം കാണിച്ചേക്കുന്നത്. ട്രിവാൻഡ്രം ടൈം സമയത്ത് 6:10 6:08. ഇനിയും പറപ്പിക്കലിനെ വേറെ നിവൃത്തിയില്ല, അല്ലാണ്ട് ഇവിടെ എത്തില്ല വണ്ടി. ഒരു തിരുവനന്തപുരം കാട്ടാക്കട ഫാസ്റ്റ് വണ്ടി പോകുന്നത്. അടൂർ, കൊട്ടാരക്കര, കിളിമാനൂർ, മലയൻകീഴ്, തിരുവനന്തപുരം, കാട്ടാക്കട. ചടയമംഗലം എത്തി. ചടയമംഗലം ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ജടായിപ്പാറയുള്ള ജടായിപ്പാറ. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് 48 കിലോമീറ്റർ ഉണ്ട്. 48 കിലോമീറ്റർ. സമയം 6:30 ആയിട്ടോ. 6:30. നമ്മളെ മുമ്പിലായിട്ടൊരു സ്കാനിയ പോകുന്നുണ്ട് കേട്ടോ. അതേ ദൂരത്തായിട്ടൊരു സ്കാനിയ പോകുന്നത്. എന്തായാലും ട്രിവാൻഡ്രത്തേക്കാണ്, ബട്ട് അത് ഇവിടുന്ന് വരുന്നയാണെന്നൊരു ഐഡിയ ഇല്ല. അവൻ നമ്മൾ കടത്തി കേട്ടോ.
പറ്റുന്നില്ല. ഒരു രക്ഷയില്ലാത്ത പറപ്പിക്കലാണ്. നമ്മളങ്ങനെ കിളിമാനൂർ എത്തി. കിളിമാനൂർ സമയം 6:34. നോ സ്റ്റോപ്പ്, അടിച്ചു പോവാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. റോഡങ്ങനെ തിരക്കായി വരികയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്ത് ഷട്ടിൽ നടത്തുന്ന സിറ്റി സർവീസാണ് കേട്ടോ. ഇത് സിറ്റി സർവീസ് ബസ്സാണ്. നമ്മളങ്ങനെ ഏകദേശം ട്രിവാൻഡ്രം സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു 5-6 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ നമുക്ക് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക്. പുഞ്ചിരിയുടെ ആ ഒരു 9600 വണ്ടിയാണ് നിങ്ങളെ റൈറ്റ് സൈഡിൽ. വോൾവോ 9600 പുഞ്ചിരി ട്രാവൽസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ്. നമ്മളങ്ങനെ ഫൈനലി ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് തമ്പാനൂർ സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലാണ് സ്റ്റാൻഡ് വരുന്നത്. സമയം നോക്കിയോ 7:16 കേട്ടോ. 7:10 എത്തേണ്ട വണ്ടിയാണ്. 5 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ തമ്പാനൂർ സ്റ്റാൻഡിൽ കയറുകയാണ്. ഇന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് സീറ്റ് നമ്പർ 2 ആണ് കേട്ടോ. ഈ ഒരു സീറ്റ് കണ്ടക്ടർ സീറ്റാണ്. അതിൻ്റെ സൈഡിലെ സീറ്റാണ്. ഈ ഒരു സീറ്റിൽ ഞാനിരുന്ന് ഞാൻ സാധാരണ ഈ ഒരു സീറ്റിലാണ് യാത്ര ചെയ്യാറ്. ഈ ഒരു സീറ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ കുറച്ച് എന്താ പറയുക, ഉറക്കമൊഴിഞ്ഞിട്ടിരിക്കണം. കാരണം വെച്ചാൽ ഇതിന് ഫ്രണ്ടിൽ സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഇതുണ്ടോ, ഇതിൻ്റെ മുകളിൽ ചവിട്ടിയിരിക്കണം. ബാക്കി എല്ലാ സീറ്റും അതുപോലെയല്ല, എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. നമ്മളൊന്നും ചാടിപ്പോയാലും വേറെ ഒന്നും സംഭവിക്കത്തില്ല. ബട്ട് ഈ ഒരു സീറ്റ് കുറച്ച് ഡേഞ്ചർ സീറ്റാണ്. അതുകൊണ്ട് ഈ ഒരു സീറ്റ് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങളെ ഇഷ്ടം പോലെ. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ഫ്രണ്ട് നല്ല വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മളിന്ന് യാത്ര ചെയ്ത ഈ ഒരു ബസ്സിലെ ക്രൂവിനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ഉമ്മർ. എവിടെയാ സ്ഥലം?
ബത്തേരിക്കാരൻ. ബത്തേരി വാഗേരിക്കാരനാണ് ഉമ്മർ ചേട്ടൻ. ഇത് റിയാസ് ഉമ്മർ ചേട്ടനാണ്. സ്ഥലം എവിടെയാ? ബത്തേരി തന്നെ അല്ലേ? അപ്പോൾ ബത്തേരി ഡിപ്പോയിലെ ഈ 2 പേരാണ് ഈ ഒരു മിന്നൽ സർവീസ്, അതായത് ബത്തേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ ഒരു മിന്നൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 40 മിനിറ്റ് ലേറ്റ് ഉണ്ടായിരുന്നു കോഴിക്കോടേക്ക് ബസ് എത്തുമ്പോഴത്തേക്ക്. ആ ഒരു ബസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റ് ടൈം ഒരു 5 മിനിറ്റ്, ഇതിനകത്ത് ടൈം കാണിച്ചേക്കുന്നത് 7:10, ബട്ട് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് 7:15 ഇവിടെ കറക്റ്റായിട്ട് ഇവർ എത്തിച്ചു. ഈ ഒരു സർവീസൊക്കെ എന്ന് പറയുന്നത് മിന്നൽ സർവീസ്, അതായത് കേരളത്തിലെ എല്ലാ മിന്നൽ സർവീസും KSRTCയുടെ എല്ലാ മിന്നൽ സർവീസും അത്യാവശ്യം നല്ല പോപ്പുലറാണ്. ഇവർക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഓടിപ്പിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒന്നാ ലേറ്റ് ആകുന്നത് തന്നെ അല്ലേ ഏട്ടാ? ആ ഒരു കാരണം അത് തോന്നുന്നു പഴക്കമില്ല അല്ലേ? ഏകദേശം എത്ര വർഷമുണ്ട്? 8-9 വർഷത്തോളം പഴക്കമില്ലേ? ഏകദേശം 9 വർഷത്തോളം ആയി കേട്ടോ ഈ ഒരു വണ്ടികളൊക്കെ. പിന്നെ എനിക്കൊന്ന് ലെയ്ലാൻഡ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി പിടിച്ചിരിക്കുന്നത് അല്ലേ? ടാറ്റ ഇത്രയും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ശരിയാ, കണ്ണൂരിൻ്റെ ടാറ്റ തന്നെയാണല്ലേ? പണി വരും അല്ലേ? ഒരു വണ്ടി എനിക്കൊന്ന് ഇപ്പോൾ അവർ ബീഡിയാക്കിയിട്ട് അവിടെ മാറ്റിയിട്ടേക്കുക. വേറെ ഏതോ വണ്ടി ഓടിക്കുന്നത് അല്ലേ അവർ? ഒരു ഡീലക്സ് ആയിപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ഇവരെ വണ്ടി ലെയ്ലാൻഡാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ KSRTCയുടെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് മിന്നൽ സർവീസ് സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ ഈ ഒരു സുൽത്താൻ ബത്തേരി ട്രിവാൻഡ്രം മിന്നലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്രൂവിനെയും കൂടെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. അവർക്ക് ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക സർവീസിനകത്ത് മെയിൻ ഒരു റോള് ഇവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു മിന്നൽ ബസ്സിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കണ്ടല്ലോ, നല്ല പറപ്പിക്കലായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ 40 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു കോഴിക്കോട് ഈ ഒരു വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു ടൈം ഏകദേശം 5 മിനിറ്റാക്കി കുറച്ച് കേട്ടോ. നല്ല പറപ്പിക്കലായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മിന്നലിൻ്റെ ഈ ഒരു സുൽത്താൻ ബത്തേരി മിന്നലിൻ്റെ ഈ ഒരു വിശേഷം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു സമയത്ത് കാണുന്ന കാലത്ത് ബൈ ബൈ.